രാവിലെ നല്ല അടിപൊളി ചൂട് മസാല ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മസാല ദോശേൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ രണ്ടാളും, കാശിയും കേശും. അപ്പോൾ ഏട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും നല്ല അടിപൊളി ദോശയും നല്ല മസാല ദോശേൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇന്ന് ഞാൻ ആദ്യം തന്നെ മസാലയും അതുപോലെ അതിന് വേണ്ടിയുള്ള ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കാശൂട്ടിന് പോകാൻ നേരമായി. അപ്പോൾ അവന് വേഗം ഒന്നോ രണ്ടോ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല അടിപൊളി നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാ ആളെ ചൂടോടെ ദോശ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കാണുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന പോലെയാണ് പ്ലേറ്റും എടുത്തിട്ട് കാശൂട്ടം വന്ന് നിൽക്കുന്നത്. അപ്പം ചൂട് ദോശയും അതുപോലെ തന്നെ നല്ല മസാല ദോശയുടെ മസാലയും അതുപോലെ ചട്നിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് രാവിലെ. അതുകൊണ്ട് തന്നെ ഇന്നും കാര്യമായിട്ട് 2 ദോശ ആൾ കഴിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ പൊതുവേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ് കഴിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് പിന്നെയും കഴിക്കും, രാവിലെ അങ്ങനെ കൂടുതൽ കഴിക്കുന്നത് കുറവാണ് കേട്ടോ. വൈകുന്നേരമാണ് ഇവർക്ക് രണ്ടാക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇതാ മസാല ദോശ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ദോശേൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടില്ല, സെപ്പറേറ്റ് ആക്കുക ചെയ്തു. അപ്പോൾ അവർക്ക് വീട്ടിൽ അവരെടുത്ത് ദോശേൻ്റെ അകത്ത് വെച്ച് കഴിക്കും. അപ്പോൾ ഇതാ ഒരു വായി ഞാനൊന്ന് പൊട്ടിച്ച് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.